ഒരൊറ്റ ക്ലിക്കിൽ ഫോട്ടോയുടെ ലുക്ക് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ എഡിറ്റർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചിലപ്പോൾ നിങ്ങൾ തേടി നടന്ന ഒരു ഫോട്ടോ എഡിറ്റർ തന്നെയായിരിക്കും ഇത്. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അമേസിംഗ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂളുകൾ ഇതിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റോറി ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ കവർ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും നിങ്ങളോട് തന്നെ ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തത് എന്ന്. അപ്പോൾ ഏതാണ് ആ ഫോട്ടോ എഡിറ്റർ, എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ പേയ്മെന്റ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. മുകളിൽ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ നോട്ട് യെറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആ ഒരു എഡിറ്റർ ഓപ്പൺ ആയി വന്നു. ഇവിടെ മുകളിൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. സ്റ്റിക്കേഴ്സിന്റെ മോഡലും ഒക്കെ ഉണ്ട്. ഇവിടെ താഴെയും ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തു. അലോ ആക്സസ്, നമ്മുടെ ഫോട്ടോസിൻ്റെ ആക്സസ് ഇവിടെ കൊടുക്കാം. അലോ ഓൾ എന്ന ഭാഗം കൊടുക്കുക. നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോകളും ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തരും കേട്ടോ. നല്ല നല്ല പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവർ നൽകിയിട്ടുള്ളത്. ഫോട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ മാറ്റിത്തരും. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ട്രാവൽ ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഉണ്ട്, അതുപോലെ തന്നെ സർക്കിൾ ഉണ്ട്, ലവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടോ. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്. നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് ഗാലറിയിൽ സേവ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഓരോന്നും സേവ് ചെയ്യുമ്പോൾ ചില ആഡ്സുകൾ കാണേണ്ടി വരും, അത്രയേ ഉള്ളൂ. വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഗാലറിയിൽ സേവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഇവിടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒന്ന് ഓക്കെ ആക്കി നോക്കുക. ഇപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തു. ഉടനെ ഇതുപോലെ പരസ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സേവ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല. ഇനിയും ഒരുപാട് ടൂളുകൾ താഴെ കാണാൻ സാധിക്കും. ക്രോപ്പ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് എഫക്റ്റുകൾ കൊടുക്കാനുണ്ട്. ഈ ഒരു എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇതുപോലെ ഫോട്ടോയിൽ നമുക്കിങ്ങനെ റൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കണ്ടോ, ഇതുപോലെ നമുക്ക് റൗണ്ട് ആയിട്ട് പല രൂപത്തിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവമാണ്. നിങ്ങളും ഇതുപോലെ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ മാറ്റാം. അതുപോലെ തന്നെ ഇതിന് നല്ല നല്ല ഡിസൈൻ എഫക്റ്റുകളും നൽകാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇവിടെ ഇതുപോലെ പരസ്യങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഇതിന് എന്തെങ്കിലും സ്റ്റാർ കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഉടനെ തന്നെ ഇവിടെ സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ആ ഒരു ഇമേജ് കൃത്യമായിട്ട് സേവായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ എഡിറ്ററിലൂടെ നിങ്ങളുടെ ഫോട്ടോ മനോഹരമാക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.